ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ യൂണിറ്റ് ഓഫ് ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ഈസ്. അതിന്റെ കണ്ടക്ടിവിറ്റിയുടെ നമുക്ക് യൂണിറ്റ് അറിയാം, എന്ത്? ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ റീസ് ടു -1 ആണെന്നുള്ളത്. ഇനി ഇക്വലന്റും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടിവിറ്റിയുടെ കേസിൽ വരുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, ഇക്വലന്റ് റീസ് ടു -1 ഉണ്ട്. സോ അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് വണ്ണിന്റെ കേസിൽ ഫോർ ദ സെൽഫ് റിയാക്ഷൻ സിങ്ക് പ്ലസ് കോപ്പർ ഗീവ്സ് സിങ്ക് 2++ Cu എന്ന് നോക്കുന്നത്, if E0 cell is equal to 1.10 volt, the delta G0 of the reaction is എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡെൽറ്റ G0 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഫോർമുല നമുക്കറിയാം, -NFE എന്നുള്ളത്. അപ്പൊ Nന്റെ വാല്യൂ 2 ആണ്, ഓൾറെഡി ഗീവൺ ആണ്. Fന്റെ വാല്യൂ നമുക്കറിയാം 96,500 C ആണ് എന്നുള്ളത്. ഇയുടെ വാല്യൂ ഓൾറെഡി ഗീവൺ ആണ് 1.10 വോൾട്ട് എന്നുള്ളത്. സോ നമ്മൾ എന്താണ് ഇവിടെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -NFEയുടെ വാല്യൂ കൊടുക്കുക, മൈനസ് വാല്യൂ 2 ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 1 ആണ് കിട്ടുന്നത്, -212.3 കിലോ ജൂൾ പെർ മോൾ എന്നുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് മെറ്റൽ cannot be obtained by electrolysis of aqueous solution of its salt. സോഡിയം ആണ്. ബിക്കോസ് എന്താണ് കാരണം എന്ന് ചോദിച്ചാല്, ഇവിടെ നമുക്ക് ഈ സോഡിയം എന്ന് പറയുന്നത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ്. അപ്പൊ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പം സോഡിയം ഡെപ്പോസിറ്റ് ആകുന്നതിന് പകരം എന്താണ്, വാട്ടറിനെ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അക്വസ് സൊല്യൂഷനിൽ നിന്നിട്ട് സോഡിയം മെറ്റൽ നമുക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ സോഡിയം ആണ്, ഓപ്ഷൻ സി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫോർ എ സ്പോണ്ടേനിയസ് സെൽഫ് റിയാക്ഷൻ ദ കറക്റ്റ് റിയാക്ഷൻ ഈസ്. അത് എന്തുകൊണ്ടിട്ടാണ് ഓപ്ഷൻ ബി വന്നതെന്നറിയാവോ? ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്. സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ ഡെൽറ്റ ജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സെൽ എന്താണ്, കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് സെൽ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് E0 എന്താണ് പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ടിട്ട് <0യും ഇത് E0 എന്ന് പറയുന്നത് എന്താണ്, E0 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ടിട്ട് >0യും കൂടെ വരും. ഓക്കെ, ഇവിടെ <0 വരുന്നുണ്ട്, പക്ഷെ ഇവിടെ <0 ആണ്. ഇവിടെ >0 ആണ് E0 സെല്ലിന്റെ കേസിൽ വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഗിവൺ എന്താണ് നമുക്ക് കാഥോഡ് ആനോഡ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് കാഥോഡും ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ആനോഡും ആണ്. ഇവിടെ കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്, കോപ്പർ ആണ്. ആനോഡ് എന്ന് പറയുന്നത് എന്താണ്, സിങ്ക് ആണ്. ഫോർമുല നമുക്കറിയാം, E0 സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നുള്ളത്. അപ്പൊ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാം. ഓൾറെഡി വാല്യൂസ്